മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പട്ടിയെ തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടെ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയാണ് ഈ ക്രൂരതയ്ക്കിരയായത്. കൊല്ലത്താണ് സംഭവം നടന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടന്നത്. തലയ്ക്കാണ് അടിയേറ്റിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ചിന്തിച്ചു പോയി, ഇത് നമ്മുടെ കേരളത്തിലാണോ, കേരളമാണോ? UP-യിലെ പോലും മാറിക്കഴിഞ്ഞു നമ്മുടെ കേരളവും. നമ്പർ 1 കേരളം എന്ന് പറയും. ഇതാണോ നമ്പർ 1 കേരളം? ഉത്സവത്തിന്റെ പേരിൽ മദ്യവും കഞ്ചാവും വലിച്ചു കയറ്റി യാതൊരു കരുണയും മനസാക്ഷിയും ഒന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കൊലയാളികൾ, അവനെ ഒന്നും ഇതുവരെ നമ്മുടെ നിയമത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ആ കുഞ്ഞിനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലായിരുന്നോ? നമ്മുടെ ഈ കേരളത്തിലാണ് കുറച്ചു നാൾ മുമ്പ് ആഹാരം കട്ടെടുത്തു കഴിച്ചു എന്ന പേരിൽ തല്ലിക്കൊന്നത്. ഇന്നലെ കണ്ട ആ ഒരു വീഡിയോ കണ്ടു നിൽക്കാനാവുന്നില്ല. ആ ഒരു വീഡിയോ ഫുൾ പോലും കാണാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖം ഇപ്പോഴും മനസ്സിലിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. ഈ ക്രൂരത കാട്ടിയവന്റെയൊക്കെ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ടാവാം. വളരെ പരിതാപകരമാണ് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഒരു കുടുംബത്തിന്റെ തന്നെ പ്രതീക്ഷകളാണ് ആ കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ എല്ലാം തല്ലിക്കെടുത്തി ആ കുഞ്ഞിന്റെ ജീവൻ എടുത്ത ആ ക്രിമിനലുകളെ എത്രയും വേഗം കണ്ടുപിടിക്കണം. ക്രിമിനലുകളുടെ ഒന്നും ഫോട്ടോ ഇതുവരെയും എവിടെയും കണ്ടില്ല. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, വാക്കുകൾ കിട്ടുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞിന്റെ അതേ പ്രായമാണ്, സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. പോളിടെക്നിക് വിദ്യാർത്ഥിനിയാണ്. ഞാനും ഒരു അമ്മയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ചൊരു വാക്ക് പോലും മിണ്ടാനായിട്ടും പറ്റുന്നില്ല. അത്രയധികം വിഷമങ്ങളുണ്ട്. കാരണം എൻ്റെ മക്കളാണെങ്കിലും പുറത്തോട്ട് പോകുമ്പോൾ എവിടെയും ഞാൻ വിടത്തില്ല. പക്ഷെ പോകും, എന്നാലും പോകും. പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെയും മനസ്സിലാദ്യമാണ്. കുഞ്ഞുങ്ങൾ ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് പോകുന്നത് നമുക്കറിയത്തില്ലല്ലോ. അത്രയധികം ടെൻഷനാണ്. അപ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും ആ സഹോദരങ്ങളുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ അവരെങ്ങനെ താങ്ങും? ഇതിനൊക്കെ എതിരാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. എത്രയും വേഗം ഈ നീചന്മാരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം. ഇവരെയൊക്കെ പിടിക്കുന്നിടം വരെ നമ്മൾ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം. എന്തായാലും ആ കുഞ്ഞിനോട് ഈ നിമിഷം മാപ്പ് ചോദിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ ജനിച്ചതിന് മോനെ മാപ്പ്.